ഹേയ് ഹലോ നമസ്കാരം, അതുലാണ്. അപ്പോൾ നമ്മൾ കൽപ്പാത്തിലെത്തിയിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കൽപ്പാത്തിലേക്ക് വരുന്ന വഴി ഒരു മലമുകളിലൊരു അമ്പലത്തിൽ പോയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാം, അതിനുശേഷം ഈ വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പം അങ്ങകലെ വണ്ടി വെച്ചിട്ട് നടക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്കവിടെ ഒരുപാട് ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കച്ചവടക്കാരും ഒക്കെ നമുക്ക് വഴിയരികിലൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാഴ്ചകളിലേക്ക് പോകുമ്പോഴത്തേനാ തേരെടുക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പതുക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എളുപ്പത്തിലെത്തി. ഭയങ്കര സിമ്പിളാക്കിയിട്ട് കാണാൻ നമുക്ക് ഇതാണ് രഥം കേട്ടോ. കാണാം കേട്ടോ. ഇവിടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ബൈറ്റ് എടുക്കുന്ന നമുക്ക് കാണാം. ജയിച്ച് അവിടെ ഉണ്ട്. അപ്പം നമുക്കറിയില്ല. ഓ പിന്നല്ല. അപ്പം നമ്മള് ചെന്നപ്പോൾ തന്നെ കണ്ടു കേട്ടോ റിപ്പോർട്ടർകാർ അവിടെ അവര് ബൈറ്റ് എടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ഉണ്ടാവുമായിരിക്കും. നമ്മളും ജേർണലിസ്റ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് അതിനോടൊരു ഒരിതുണ്ടല്ലോ. അങ്ങനെ കുറച്ച് നേരം അത് കണ്ടു. ഭയങ്കര മേക്കപ്പാ. നമ്മൾ കത്തി നിൽക്കണമല്ലോ, ക്യാമറയ്ക്കകത്ത് കത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നിന്നേ പറ്റുള്ളൂ. നമുക്കറിയാം. യെസ്. അപ്പോൾ നമ്മൾ നടക്കുന്ന അഗ്രഹാര തെരുവുകളിലൂടെ ആണെന്നാണ് നമ്മളുടെ വിശ്വാസം. അതുതന്നെയാണെന്നാണ്. പാലക്കാട് ഇത് നടക്കുന്നുണ്ട്. എലക്ഷൻ നടക്കുന്നുണ്ട്. എലക്ഷൻ്റേതായിട്ടുള്ള എല്ലാവിധ പ്രചരണങ്ങളും അതിൻ്റെ ബാക്കി പ്രചരണങ്ങളുടെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാം ഓരോ സ്ഥലത്തും ഫ്ലെക്സായിട്ടും ബലൂണായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല പ്രൊമോഷൻസും കാര്യങ്ങളും, അതായത് എന്താ പറയുക, ആ ഒരു പ്രചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഉത്സവത്തിനിടയിലാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് സെറ്റാവാൻ പറ്റുക. അപ്പം അതിൻ്റെതായ രീതിയിൽ അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അത് മുകളിൽ ബലൂൺ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അങ്ങനെ അഗ്രഹാര വേദികളിലൂടെ നമ്മൾ ഒരു ഉലാത്തലൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് വന്നിടത്തേക്ക് തന്നെ വന്നപ്പോൾ കാഴ്ചയുണ്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ പതുക്കെ അവിടെ നിന്ന് നടന്നു. വെച്ചാൽ ഒരു തേരല്ലേ കണ്ടിട്ടുള്ളൂ, ബാക്കി തേരുകൾ കാണണ്ടേ. തേര് വലിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടക്കാണ്ടിട്ടുണ്ടായത്. പിന്നെ ഒരു ആന. നമ്മളെ തേരന്വേഷിച്ച് വന്ന് തേര് കിടക്കുന്നോട് നമ്മൾക്ക് എത്തി. യെസ്. ഈ അമ്പലത്തിൽ നമ്മൾ എന്താ പറയണേ, മേളം കേട്ട് വന്നപ്പോൾ മേളം കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാട്ടോ. നോക്കിയതാ എവിടേക്കാ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ കിടക്കുന്ന തേര് കണ്ട പെടല്ലേ. 2-3 തേര് കിടക്കുന്നുണ്ട് കേട്ടോ. 3-4 എടുക്കേണ്ടതുകൊണ്ട് നോക്കാം. ഇതെങ്ങനെ ഇപ്പോൾ വലിക്കും എന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ അകത്ത് പിള്ളേരിക്കലുണ്ട്, ആരൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ അകത്തൊരു പയ്യനൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഐശ്വര്യമുള്ള പയ്യനാണ്. അതെ. അങ്ങോട്ട് ഇതിനിടയിൽ കൂടെ അങ്ങോട്ട് കിടക്കാനുള്ള തിരക്കുണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ തിരക്കാണ്. അപ്പോൾ ഇനി തിരക്കൊന്നും കേട്ടല്ലേ,
തിരക്കിനിടെ കൂടെ ഉള്ള യാത്രയാണ്. ഈശ്വര ഭഗവാനെ, നല്ല തള്ളാട്ടോ, രക്ഷയില്ല. അഖിലിനെ കണ്ടെത്തിയിരിക്കുകയാണ് തിരക്കിന്റെ ഇടയില്. നമ്മുടെ ഇപ്പം അർജുനല്ലേ, അർജുൻ ഏരിയ മറന്നുപോയി. അപ്പോ തിരക്കിന്റെ ഇടയിൽ നമ്മള് കടക്കാണ്. അഖിലിനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കണം. നമ്മുടെ ഇതേനാട്ടാ JCB തന്നെ വന്നിട്ടുണ്ട്. പേര് വരിക്കാനുള്ള JCB. ഇതിനാണ് തേരവിടെ നിന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാണാം. ഇതിനാട്ടോ തേര് കാണല്ല. ഇവിടുന്ന് നീങ്ങണം നല്ലതാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അട്ടിയിലായി ഒന്നിനും കൊല്ലില്ല. പോകാൻ നോക്കി വായിച്ച ചേട്ടാ. അയ്യോ കൈ പറ്റുമോ? അധികമാണല്ല. ഇതാക്കി പോയ കട പൊളിയും. അതാണ് சொன்னா கேளுங்க போங்க. நான் சொல்லிட்டு இருக்கேன், அப்பத்துல இருந்து சொல்லிட்டு இருக்கேன், கேட்காம எடுக்கிறீங்க. போங்க போங்க. ஓ பிள்ளை திருப்பி வந்துடா. രക്ഷയില്ലട്ടോ. സേഫായിട്ട് പോയി നിൽക്കാം, അതായിരിക്കും നല്ലത്.
തേരിനടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ തേര് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരികെ തിരക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറുകയാണ് കേട്ടോ ചെയ്തത്. നമ്മൾ കൽപ്പാത്തിയിൽ വന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, കൽപ്പാത്തിയിലെ ഫുഡ്. പക്ഷെ നമുക്ക് ഈ തിരക്കിനിടയിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് നമുക്ക് ഉടനെ ചെയ്യാം. കഞ്ചായം എന്നാൽ മധുരമാണോ അത്? ലേശം ലേശം മധുരമുണ്ട്. അതെങ്ങനെ അരിപ്പൊടി ഉണ്ടാക്കണോ? അരിയല്ല, ഗോതമ്പ് പൊടിയും മൈദ. ഗോതമ്പൊടി മൈദ. ഇത് കപ്പലണ്ടി വെച്ചിട്ടുള്ളതാണല്ലേ? അത് കപ്പലണ്ടിയാന്ന് പറഞ്ഞത്? അതെ അതെ, ഒരു കടല അല്ലേ? ആ, അത് ഈ കടല അല്ലേ? ഇതെങ്ങനെയാണ് അപ്പം റേറ്റ്? അപ്പോൾ നമ്മൾ പരിപ്പട ഉണ്ടോ, കുഞ്ഞു പരിപ്പട. ഓ നല്ല കടുപ്പാ, കുഴപ്പമില്ല. ചോദിക്കാം എങ്ങനെയാണോ? കുഴപ്പമില്ല, പക്ഷെ നല്ല കടുപ്പാണ്, കടിക്കാനൊക്കെ ടേസ്റ്റ് കിട്ടാം. അപ്പോൾ ഇവിടുന്ന് പോവാണെങ്കിൽ നമ്മൾ നോക്കാം, അടുത്തടുത്ത കാഴ്ചകൾ തേടി നമുക്ക് പോവാം. അപ്പോൾ കൽപ്പാത്തി യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി അപ്പോൾ.